ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു യാത്ര പോവുകയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ സൂര്യകാന്തി പാടത്തേക്ക്. എൻ്റെ വീടിനടുത്താണ് കേട്ടോ. അപ്പോൾ അമ്മയും കുട്ടി നടന്നാണ് പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് ചേട്ടനായിട്ട് ഒരു ദിവസം പോയി. അന്ന് നൈറ്റാണ് പോകുന്നത്. ഇന്ന് അമ്മയും കുട്ടി ഞാൻ പകലാണ് പോയത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി. 30 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അപ്പോൾ കയറുമ്പോൾ തന്നെ കണ്ടല്ലോ, ഒരു ഒട്ടകത്തിനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പോകുമ്പോൾ നമുക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനായിട്ടുള്ള ഒരു സജ്ജീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. അവിടെ ചൂണ്ടയൊക്കെ വച്ചിട്ടുണ്ട്. നമുക്കത് ഉപയോഗിച്ച് മീൻ പിടിക്കാം. മീൻ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അടുത്ത് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു വയലിൻ്റെ ഒരു പ്രതീതിയാണ്, കുറച്ച് ഭാഗം. അത് കഴിഞ്ഞിട്ട് സൂര്യകാന്തി പൂക്കളുടെ ഒരു ഷെയർ ഒരു പാടം അല്ലേ, നമ്മൾ സൂര്യകാന്തി പാടത്തേക്കല്ലേ പോകുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും 30 രൂപ കൊടുത്ത് കയറുന്നതിൽ ഒരു നഷ്ടം ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ പകൽ വരുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അന്ന് നൈറ്റ് വന്നപ്പോൾ വലിയ ഇതില്ലായിരുന്നു. മാരേജിന് ഒരു പാർട്ടി വന്ന് മാരേജ് ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. നാളെയാണ് കേട്ടോ മാരേജ്. ഇതാണ് ബ്രൈഡ്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിൽ കണ്ട ഒരു വലിയ സൂര്യകാന്തി പൂവാണ്. പിന്നെ ഇത് എൻ്റെ അമ്മ, എൻ്റെ 2 മക്കള്. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ചൊക്കെ പോയപ്പോൾ കൊള്ളാം കേട്ടോ. അപ്പോൾ ഇതാ നിറയെ പേര്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നിന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. ഒരുപാട് പേര് വന്നായിരുന്നു. നമ്മുടെ ടോവിനയുടെ കട്ടൗട്ടൊക്കെ കണ്ടോ. ഇനി ഒരാളുടെ കട്ടൗട്ട് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഹണി റോസിൻ്റെ. ഞാനത് ഷൂട്ട് ചെയ്തില്ല എന്ന് തോന്നുന്നു. ഇത് എൻ്റെ മോള് അരികെ വരാൻ വിളിച്ച ഓടി വരുന്നതാണ് കേട്ടോ. അടുത്തത് ഏർമാടം എന്ന് പറയാവോ അറിഞ്ഞൂടാ. അതുവഴി എല്ലാവരും മുകളിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ നിറയെ പേർക്ക് ഇരിക്കാനായിട്ടുള്ള ആ ഒരു സജ്ജീകരണം മുള കൊണ്ടാണ് കേട്ടോ ആ ബെഞ്ചൊക്കെ ഇട്ടുള്ളത്. എന്ന് വെച്ചാൽ പ്രകൃതിയായിട്ട് ഇറങ്ങിയിട്ട്. അടുത്തതാ ഫുഡ് കോർട്ട്. പോപ്കോൺ 10 രൂപയാണ്. പാറുവിന് വാങ്ങിച്ചു കൊടുത്തു. പാറുവിന് പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. ആള് അതുമായിട്ട് അങ്ങനെ ഹാപ്പിയാണ്. അത് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മൂത്ത ആൾക്ക് ഐസ്ക്രീമിനോടാണ് താല്പര്യം. അവളത് വാങ്ങി കഴിക്കുന്നുണ്ട്. അടുത്തത് പാനിപ്പൂരി. പിന്നെ ഇന്ന് സ്പെഷ്യൽ ആണോ എന്ന് അറിയത്തില്ല. അന്ന് ഇല്ലായിരുന്നു. ഇന്ന് കപ്പയും ഇറച്ചി ഉണ്ടായിരുന്നു. നിറയെ പേര് വാങ്ങി കഴിക്കുന്നുണ്ട്. ഫാമിലി, കപ്പിൾസ്, പിന്നെ കുഞ്ഞു പിള്ളേർ എല്ലാവരും വന്നിട്ടുണ്ട്. അത് ഒത്തിരി ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയാണ്. കരുതി. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് വീണ്ടും ഇവിടെ വാട്ടർ ഫ്ലോ ഉണ്ട് കേട്ടോ. അതിനകത്ത് വലിയ കളർ മീനുകൾ കിടപ്പുണ്ട്. അപ്പോൾ അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അടുത്തതാ ഒരു വള്ളം വെച്ചിട്ടുണ്ട്. അതിൽ പിള്ളേരൊക്കെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ, കളിക്കുന്നുണ്ട്. കുറേ പേര് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെയാണ്, സെൽഫി പോയിന്റ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മസ്റ്റായിട്ടും പകല് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ 2 ടൈമിലും പോയത് കൊണ്ടാണ് എനിക്കങ്ങനെ തോന്നിയതായിരിക്കാം. പിന്നെ നൈറ്റ് കലാപരിപാടികളൊക്കെ ഉണ്ട്. ഡാൻസ്, അങ്ങനെ ഓരോ ട്രൂപ്പ്. ഇടയ്ക്ക് നാടൻ പാട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ശശി തരൂരൊക്കെ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും പോയി കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.